ഒരു വാട്ടർമെലൺ ജ്യൂസ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കാം. സിമ്പിളാണ്. വാട്ടർമെലൺ കട്ട് ചെയ്ത് ഒരു മിക്സിയിലോ ബ്ലെൻഡറിലോ ഇട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ജ്യൂസ് റെഡിയാണ്. ഞാനെടുത്തിരിക്കുന്ന വാട്ടർമെലണിന് കുറച്ച് മധുരം കുറവുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ഷുഗർ അവോയ്ഡ് ചെയ്യണം. ഈ സമ്മറിൻ്റെയൊക്കെ സമയത്ത് വാട്ടർമെലൺ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. എസ്പെഷ്യലി കുട്ടികൾക്ക്. നമുക്കറിയാം ഒരുപാട് ന്യൂട്രിയൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ എ, ബി, സി ഇതൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്തിന് ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതോടൊപ്പം നമ്മുടെ ഹാർട്ട് ഹെൽത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നു, മസിൽ സോർനെസ്സിനെ റെഡ്യൂസ് ചെയ്യുന്നു, എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഒരു പരിധിവരെ വാട്ടർമെലൺ ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ ഇതൊരു നാച്ചുറൽ ഡയററ്റിക് കൂടിയാണ്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് വാട്ടർമെലണിന്. അതോടൊപ്പം തന്നെ ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചില സൈഡ് എഫക്ട്സ് കൂടിയുണ്ട്. എസ്പെഷ്യലി വെയ്റ്റ് ലോസ് ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക്, വെയ്റ്റ് ലോസ് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർ മാക്സിമം നൈറ്റ് ടൈമിൽ വാട്ടർമെലൺ അവോയ്ഡ് ചെയ്യണം. 100 ഗ്രാം വാട്ടർമെലണിന് ഏകദേശം 6 ഗ്രാം ഷുഗർ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഷുഗർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇൻഡൈജഷന് കാരണമാകും. നമുക്കറിയാം ഇൻഡൈജഷന് കാരണമാകുന്നത് മൂലം വെയ്റ്റ് ഗെയിനിന് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നൈറ്റ് ടൈമിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. സോ സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി.